നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ജംഗ്ഷൻ വികസനം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി കെ രാജൻ. കോർപ്പറേഷൻ അതിനുള്ള തുക നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 4ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു അവകാശവും ഈ സർക്കാരിനില്ലെന്നും ആഘോഷങ്ങൾ UDF ബഹിഷ്കരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്തകൾ വിശദമായി. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികാഘോഷം അരങ്ങ് 2025 റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പുഴയോരം ഗാർഡൻസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇന്ന് സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നും ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ലഹരി മാഫിയക്കെതിരെ പോരാടുന്ന സൈന്യമായി കുടുംബശ്രീ പ്രസ്ഥാനം മാറണമെന്നും ഇന്നത്തെ പുതുതലമുറയെ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്ന കൂട്ടായ്മയായി കുടുംബശ്രീ മാറണമെന്നും ഇത്തരത്തിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിഫലേച്ഛയില്ലാതെ എല്ലാവരും മുന്നോട്ട് വരണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ചടങ്ങിൽ മുഖ്യാതിഥിയായി. സെക്രട്ടറി KM പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS ബാബു, സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, PS സജിത്ത്, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ജിഷ നളനാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻകാല കുടുംബശ്രീ പ്രവർത്തകരെയും മികച്ച സംരംഭകയെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മയക്കുമരുന്നിനെ കൊണ്ടെത്തിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ നിർബന്ധമായി നാം ചങ്ങല പൂജേണ്ട ഒരു മാഫിയ നമുക്കിടയിലേക്ക്, ലഹരി മാഫിയ നമുക്കിടയിലേക്ക് കടന്നു. എങ്ങനെ അതിന്റെ ബന്ധം തകർക്കും? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ ഈ കുടുംബശ്രീ 47 ലക്ഷം അംഗങ്ങളുടെ പിന്തുണത്തോടെ 1.5 കോടി മലയാളികളുടെ മുമ്പിൽ അഭിമാനമായി മാറിയിട്ടുള്ള ഈ കുടുംബശ്രീ യഥാർത്ഥത്തിൽ ആരെയും തലയിൽ മുറുക്കി കേരളത്തിന്റെ തെരുവിൽ ഇറങ്ങി തിരിച്ചാൽ പുരുഷ കേസരികൾ നടത്തുന്നതിനേക്കാൾ വലിയ മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ സൈന്യമായി നിലകൊള്ളാൻ ഇപ്പോൾ ആർക്ക് കേരളത്തിൽ സാധ്യമാകും എന്ന് ചോദിച്ചാൽ പ്രത്യേകത്തെ പറ്റി മലയാളി പറയുന്ന പേര് നിങ്ങളുടേതാണ്, കേരളം അഭിമാനത്തോടെ കാണുന്ന പേരാണ്. ആ പേരാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിന്റെ പേര്. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് തിരിയാൻ നമുക്ക് സാധ്യമാകും. നമ്മുടെ മക്കളെ രക്ഷിക്കാൻ പറ്റില്ല. ഇനിയെപ്പോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി തീരുമാനിക്കുന്നതനുസരിച്ച് പഞ്ചായത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നമുക്ക് വെളിച്ചമെത്തിക്കണം എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നതിന്റെ ഒരു കാരണമായി ഇത് മാറിയത് മനസ്സിലെ ഇരുട്ടുപോലെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഇരുട്ടിനെ ദുരുപയോഗപ്പെടുത്തി
സർവേ ഭൂരേഖ വകുപ്പ് 3ാം ഘട്ടം ജില്ലാതല ഉദ്ഘാടനവും പാണഞ്ചേരി വില്ലേജ് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, PS വിനയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുബൈദ അബൂബക്കർ, ET ജലജൻ, KV അനിത, രമ്യ രാജേഷ്, അനി ജോയ്, സുശീല രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരിശോധിക്കുമ്പോൾ കേരളത്തിലെ LRM കേസുകളിൽ നിലനിന്നിരുന്നത് 1,67,000-ലധികം കേസുകളാണ്. 1,67,000-ലധികം കേസുകൾ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഓരോ കേസുകളും തീരുന്നതിനനുസരിച്ച് പുതിയ പുതിയ കേസുകൾ ഉയർന്നു വരുന്ന സ്ഥിതിയുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫോം നമ്പർ 8-ലും ഫോം നമ്പർ 10-ലും പെട്ട അതിർത്തി തർക്കങ്ങൾ, പുറമ്പോക്കുമായി ബന്ധപ്പെട്ട മാറ്റിവെക്കൽ, ഇങ്ങനെ തുടങ്ങി ഭൂമിയുടെ രേഖകൾക്ക് ഒരു കൃത്യത ഉണ്ടാക്കുക എന്ന നടപടിക്രമങ്ങൾക്ക് എത്രയേറെ പരിശ്രമിച്ചിട്ടും നമുക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല. കേവലം 921 വില്ലേജുകളിൽ മാത്രം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് റീസർവേ നടത്തിയ വില്ലേജുകൾ ഒഴികെ ബാക്കി 1000 നേതൃത്വം നൽകണം എന്ന് ഈ ഗവൺമെന്റ് ആഗ്രഹിച്ചത്. 4 പ്രശ്നങ്ങൾ അന്ന് നമ്മുടെ മുമ്പിൽ വന്നു. ഒന്ന്, കേരളത്തിൽ ഇത്രയേറെ വില്ലേജുകളിൽ റീസർവേ നടത്താനുള്ള ഒല്ലൂർ ജംഗ്ഷൻ വികസനം ഉടനെയെന്ന മന്ത്രി കെ രാജൻ. തൃശൂർ നഗരത്തിൽ നിന്നും സംസ്ഥാനത്തിന്റെ തെക്കുഭാഗത്തേക്ക് പോകുന്ന പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നാണ് ഒല്ലൂർ ജംഗ്ഷൻ. വർഷങ്ങളായി പല കാരണങ്ങളാൽ വികസന മുരടിപ്പ് അനുഭവപ്പെടുന്ന ജംഗ്ഷൻ കൂടിയാണിത്. 2015 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലിന്റെ പ്രഖ്യാപിത നയമായിരുന്നു ഒല്ലൂർ ജംഗ്ഷൻ വികസനം. അതിന് നിയമപരമായും പ്രാദേശികമായും ഉയർന്നുവന്ന പ്രതിസന്ധികളെ മറികടക്കേണ്ടതുണ്ടെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഈ ഉദ്യമത്തിന് കോർപ്പറേഷൻ മുന്നോട്ട് വന്നത്. ആദ്യഘട്ടത്തിൽ പുതിയ അമൃത് 2.0 മാസ്റ്റർ പ്ലാനിൽ ഒല്ലൂർ റോഡിന്റെ വീതി 21 മീറ്ററായി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും അംഗീകരിക്കുകയും ഒല്ലൂർ ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനായി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും പദ്ധതി ആവിഷ്കരിച്ച് അംഗീകരിക്കുകയും അതിനായുള്ള തുക മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 2ാം ഘട്ടമെന്ന നിലയിൽ ജംഗ്ഷനിലെ ഇടുങ്ങിയ മുറിയിൽ സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ ഓഫീസ് പനങ്കുറ്റിച്ചിറയിൽ 3 നിലകളിലായി ലിഫ്റ്റും മുൻഭാഗത്ത് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെ 5.5 കോടി രൂപ ചെലവ് ചെയ്ത് എല്ലാ സംവിധാനങ്ങളോടും കൂടി നിർമ്മാണം പൂർത്തീകരിച്ചു. 3ാം ഘട്ടത്തിൽ മാർക്കറ്റും ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സും ഉൾപ്പെടെ പുതിയ ഒല്ലൂർ മേഖലാ കാര്യാലയത്തിന്റെ ഭാഗമാകുന്നതാണ്. പുതിയ മേഖലാ കാര്യാലയത്തിന്റെ സമർപ്പണം 17-ന് രാവിലെ 10 മണിക്ക് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷും ലിഫ്റ്റിന്റെ സമർപ്പണം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും നിർവഹിച്ചു. 2015 മുതലുള്ള ഇടതുപക്ഷ കൗൺസിൽ പൊതുജനങ്ങൾക്ക് സൗകര്യപൂർവ്വം സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കോർപ്പറേഷന്റെ മേഖലാ ഓഫീസുകൾ ഇത്തരത്തിൽ ആധുനികവൽക്കരിക്കുന്ന പ്രവൃത്തികൾ നടത്തിവരുന്നു. അയ്യന്തോൾ സോണൽ ഓഫീസ് ഇത്തരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കൂർക്കഞ്ചേരി സോണൽ ഓഫീസും ഒല്ലൂക്കര സോണൽ ഓഫീസും നിർമ്മാണ ആരംഭഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ദുഃഖവെള്ളി ആചരണ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് വല്ലൂരാൻ, റവറൻ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, റവറൻ ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ, സഹവികാരിമാരായ റവറൻ ഫാദർ പ്രിജോ വടക്കേത്തല, ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായി. അധർമ്മം നിറഞ്ഞ ഭൂമിയെ രക്ഷിക്കാൻ ദൈവപുത്രനായ യേശു ഭൂമിയിൽ അവതരിച്ചു. പീഡകൾ സഹിച്ച് കുരിശുമരണത്തിലൂടെ ഉദ്ധാനം ചെയ്തുകൊണ്ട് കുരിശ് രക്ഷയുടെ മാർഗമാവുകയും മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് ആശംസിച്ചു. ചടങ്ങുകൾക്ക് നടത്തുകൈക്കാരൻ ലൂവി കണ്ണാത്ത്, മറ്റ് കൈക്കാരന്മാരായ ജോസ് ചിറ്റാട്ടുകര, ജോജു മഞ്ഞില, തോമസ് കോനിക്കര, ഭക്തസംഘടനാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 4ാം വാർഷികം ആഘോഷിക്കുവാനുള്ള ഒരു അവകാശവും സർക്കാരിനില്ല. കേരളം അനുഭവിക്കുന്നത് സർക്കാരില്ലായ്മ. സർക്കാരിന്റെ ആഘോഷം UDF ബഹിഷ്കരിക്കും. വഖഫ് ബോർഡിനെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചു. UDF അധികാരത്തിലെത്തുമ്പോൾ മുനമ്പം വിഷയം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 4ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു അവകാശവും ഈ സർക്കാരിനില്ലെന്നും ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു.
ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ രംഗങ്ങൾ അനിശ്ചിതത്വത്തിലായി. മലയോര ജനത വന്യജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ ഈ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. തീരപ്രദേശവും വറുതിയിലും പട്ടിണിയിലുമാണ്. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ക്ഷേമ വികസന പദ്ധതികൾ പൂർണ്ണമായും നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഖജനാവിൽ പണമില്ല. 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുകയാണ്. കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. ധനപ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ പലതവണ മുടങ്ങി. ക്ഷേമനിധി ബോർഡുകളും തകർച്ചയുടെ വക്കിലാണ്. പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം അംശാദായമായി കൊടുത്ത് ക്ഷേമനിധികളിൽ നിന്നുപോലും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുന്നില്ല. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡുകളിൽ ഉൾപ്പെടെ പെൻഷൻ മുടങ്ങിയിട്ട് 16 മാസമായി. അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നില്ല. ആശാ വർക്കർമാരോടും അംഗൻവാടി ജീവനക്കാരോടും ദയാരഹിതമായാണ് പോലീസ് പെരുമാറുന്നത്. വേതന വർധനവിന് വേണ്ടി സമരം ചെയ്യുന്നവരെ കോർപ്പറേറ്റ് മുതലാളിമാരെ പോലെയാണ് മന്ത്രിമാർ അപഹസിക്കുന്നത്. സമരം ചെയ്യുന്നവരെ കളിയാക്കുന്ന തീവ്ര വലതുപക്ഷ സർക്കാരായി ഇവർ മാറി. കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ എല്ലാ ജാടകളുമുള്ള സർക്കാരും മന്ത്രിമാരുമാണ് കേരളത്തിലുള്ളത്. സർക്കാർ ഇല്ലായ്മയാണ് കേരളം അനുഭവിക്കുന്നത്. ആശുപത്രികളിൽ മരുന്നുകളില്ല. കാരുണ്യ പദ്ധതി പൂർണ്ണമായും മുടങ്ങി. റബ്ബറിന് 250 രൂപ തറവിലയാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞവർ ആ വാഗ്ദാനം നടപ്പാക്കിയില്ല. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില ഇടിഞ്ഞു. നാളികേര സംഭരണം നടക്കുന്നില്ല. നെല്ല് സംഭരണം പൂർണ്ണമായും പാളിപ്പോയി. മില്ലുടമകളുമായി ചേർന്ന് കർഷകരെ കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. വന്യജീവി ആക്രമണത്തിലും ഒരു നടപടിയുമില്ല. 4 മാസത്തിനിടെ 18 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. കഴിഞ്ഞ ദിവസവും 3 പേർ കൊല്ലപ്പെട്ടു. എന്നിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. തീരപ്രദേശത്ത് മണൽ ഖനനം നടത്തുമ്പോഴും സർക്കാർ മിണ്ടാതിരിക്കുന്നു. മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കുന്നില്ല. എല്ലായിടത്തും അഴിമതിയും ധൂർത്തുമാണ്. ആശാ വർക്കർമാർക്ക് പണം നൽകാനില്ലാത്തവരാണ് PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തത്. ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM അബ്രഹാമിന് 6.5 ലക്ഷം രൂപയാണ് ശമ്പളമായി നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘമായി മാറി. അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. കേരളം ലഹരിമരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് നടത്താതെ എക്സൈസും പോലീസും നിഷ്ക്രിയരായി ഇരിക്കുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയപ്പോഴാണ് സർക്കാർ കുറച്ചു ദിവസം ഷോ കാട്ടിയത്. ലഹരി മാഫിയകൾക്ക് CPM രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും കോടികൾ മുടക്കിയാണ് സർക്കാർ പരസ്യം ചെയ്യുന്നത്. പെൻഷൻ നൽകാൻ പണമില്ലാത്തപ്പോഴും മുഖ്യമന്ത്രിയുടെ ഹോൾഡിംഗ് വെക്കാൻ മാത്രം 15 കോടി മുടക്കുന്നു. എല്ലാ ആഘോഷ പരിപാടികളും UDF പൂർണ്ണമായും ബഹിഷ്കരിക്കും. സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയുള്ള ബദൽ പ്രചാരണ പരിപാടികൾ UDF സംഘടിപ്പിക്കും. കേരളത്തിലെ ഏത് ഗ്രാമത്തിലും ഏത് ലഹരിയും ലഭ്യമാണ്. കേസെടുത്തതിന്റെ കണക്കാണ് സർക്കാർ പറയുന്നത്. വലിക്കുന്ന ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ് ലഹരി മരുന്ന് എത്തുന്നത് എന്ന് കണ്ടെത്തണം. പോലീസിന്റെയും എക്സൈസിന്റെയും ജോലിയല്ല ബോധവൽക്കരണം. അത് സാമൂഹിക സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ചെയ്യും. മുഖ്യമന്ത്രി നടത്തിയ യോഗങ്ങളിലും ബോധവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ലഹരിയുടെ ലഭ്യത ഇല്ലാതാക്കുകയാണ് വേണ്ടത്. വാചകമടി കൊണ്ട് ഒന്നും നടക്കില്ല. ലഹരി മാഫിയകൾക്കുള്ള രാഷ്ട്രീയ രക്ഷാകർതൃത്വവും CPM അവസാനിപ്പിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് അക്കാദമി ഉദ്ഘാടനം ഏപ്രിൽ 20-ന്. തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങ് ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. IAS മാത്രമല്ല UPSC, SSC, NDA, RRB, PSC തുടങ്ങിയവ വഴി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്കും സിവിൽ സർവീസ് അക്കാദമി സൗജന്യ പരിശീലനം നൽകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയാകും. KV അബ്ദുൽ ഖാദർ, വണ്ടിത്തടം മധു, TK വാസു, UR പ്രദീപ് MLA, K ശിവരാമൻ, CK ഗിരിജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PA പുരുഷോത്തമൻ, NK പ്രമോദ് കുമാർ, NB സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിലങ്ങന്നൂരിൽ കാട്ടുപന്നി ആക്രമണം, മധ്യവയസ്കന് പരിക്കേറ്റു. വിലങ്ങന്നൂർ പായങ്കണ്ടം സ്വദേശി കുഴിക്കാട്ടിൽ മനോജിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. ഇന്ന് രാവിലെ 8:45-ന് പായ്ക്കണ്ടത്ത് നിന്നും വിലങ്ങന്നൂരിലേക്ക് നടന്നു വരുന്ന സമയത്താണ് കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചത്.
തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും അനാസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്നും കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരെ അനുവദിക്കണമെന്ന് മുൻപ് രേഖാമൂലം കത്ത് നൽകിയിട്ടും ഷൂട്ടർമാരെ അനുവദിക്കാതിരുന്ന പഞ്ചായത്ത് ഭരണസമിതി കാണിച്ച അനാസ്ഥയാണ് പന്നിയുടെ ആക്രമണം നേരിടേണ്ടി വന്നതെന്ന് പഞ്ചായത്ത് അംഗം ഷൈജു കുര്യൻ പറഞ്ഞു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് Mediplus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. മീറ്റ് ദ കളക്ടറിൽ അതിഥികളായി അംഗൻവാടി അധ്യാപകർ. വാവ വായിക്കാം പദ്ധതിയുടെ ഭാഗമായി പുസ്തകങ്ങളും വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ചേംബർ ഇത്തവണ സാക്ഷിയായത് ഹൃദയസ്പർശിയായ ഒരു സംവാദത്തിനായിരുന്നു. ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 31ാം അധ്യായത്തിൽ ഇത്തവണ അതിഥികളായി എത്തിയത് ജില്ലയിലെ വിവിധ അംഗൻവാടികളിലെ 23 അധ്യാപകരായിരുന്നു. ഈ അധ്യയന വർഷത്തിന്റെ അവസാനം കളക്ടറെ കാണാൻ അവസരം ലഭിച്ചപ്പോൾ അംഗൻവാടി അധ്യാപകർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് നിരവധി വിശേഷങ്ങൾ. ജില്ലാ കളക്ടറുടെ ഔപചാരിക പരിവേഷം മാറ്റിവെച്ച് കളക്ടറും അവരുമായി സംസാരിച്ചു. ഓരോ ടീച്ചറെയും വ്യക്തിപരമായി പരിചയപ്പെട്ടു. തങ്ങളുടെ അധ്യാപന ജീവിതത്തെക്കുറിച്ചും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമെല്ലാം അവർ കളക്ടറുമായി സംസാരിച്ചു. ചർച്ച പിന്നീട് വിഷു ആഘോഷങ്ങളെക്കുറിച്ചും വീട്ടുവിശേഷങ്ങളിലേക്കും കടന്നു. അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ആകുലതകളും കേട്ടറിഞ്ഞു. ജോലിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് ഒരു ജോലി എന്നതിനപ്പുറം ഒരു ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് അവർ പറഞ്ഞു. ഒപ്പം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിവരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ കഴിയുന്നതിൻ്റെ ചാരിതാർത്ഥ്യവും അവർ പ്രകടിപ്പിച്ചു. എന്നാൽ വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെടുന്നത് മൂലമുണ്ടാകുന്ന തിരക്കുകൾ തങ്ങളുടെ അംഗൻവാടികളിലെ കുട്ടികൾക്ക് നൽകേണ്ട സമയത്തെയും ക്ലാസുകളെയും ബാധിക്കുമോ എന്ന ആശങ്കയും അവർ പ്രകടിപ്പിച്ചു. ഇത്തരത്തിൽ വ്യത്യസ്ത ജോലികൾ ഒരേ സമയം ചെയ്യേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രാദേശിക അവധികൾ ലഭ്യമല്ലാത്തത്, വേതന പ്രശ്നങ്ങൾ, ചില അംഗൻവാടികളിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പരാതികളും അധ്യാപകർ ഉന്നയിച്ചു. എന്നാലും പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ടും തങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വളരെയേറെ സംതൃപ്തരാണെന്നും അവർ സംശയമേതുമില്ലാതെ ഒരേ സ്വരത്തിൽ അറിയിച്ചു. ഇതിനിടെ സാറിൻ്റെ അമ്മയും ഒരു അംഗൻവാടി ടീച്ചർ ആയിരുന്നില്ലേ എന്ന് ഒരു അധ്യാപിക ചോദിച്ചു. അതേ എന്ന് ചിരിച്ചുകൊണ്ട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കളക്ടറുടെ മറുപടി. എല്ലാം കേട്ടറിഞ്ഞ കളക്ടർ പ്രശ്നങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നും അറിയിച്ചപ്പോൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പും അവിടെ ഉയർന്നു.
പ്രാദേശിക അവധികളിൽ അംഗൻവാടികളെയും അംഗൻവാടി അധ്യാപകരെയും ഹെൽപ്പർമാരെയും ഉൾപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു. തുടർന്ന് ജില്ലയിലെ അംഗൻവാടികളിൽ 3 ജനറേഷൻ ലൈബ്രറികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച വായിക്കാം പദ്ധതിയെക്കുറിച്ച് കളക്ടർ സംസാരിച്ചു. ആദ്യഘട്ട പുസ്തക വിതരണം നടത്തി. തെരഞ്ഞെടുക്കപ്പെട്ട 2 അംഗൻവാടികളിലേക്കായാണ് പുസ്തകങ്ങൾ കൈമാറിയത്. പിരിയുന്നതിന് മുൻപ് കളക്ടറോടൊപ്പം ഒരു ഫോട്ടോ സെഷനും കൂടിയായപ്പോൾ എല്ലാവരും ഹാപ്പി. ഇത്തരമൊരു അവസരം ഒരുക്കിയ ജില്ലാ ഭരണകൂടത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് അവർ കളക്ടറേറ്റിൽ നിന്നും മടങ്ങിയത്. അംഗൻവാടികളിലേക്ക് പുസ്തകങ്ങളുമായി വായിക്കാം ബുക്കത്തോൺ മുന്നേറുന്നു. തൃശൂർ ജില്ലയിലെ അംഗൻവാടികളിൽ വായനയുടെ വിളക്ക് തെളിയിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ വായിക്കാം പദ്ധതി. പുതുതലമുറയ്ക്ക് വായിച്ചു വളരാൻ ലൈബ്രറികൾ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ അതിവേഗം മുന്നേറുകയാണ് പദ്ധതി. അംഗൻവാടികളിൽ വായനശാലയൊരുക്കാൻ പുസ്തകവുമായി നിരവധി പേരാണ് വായിക്കാം പദ്ധതിയിൽ പങ്കാളികളായി തൃശൂർ കളക്ടറേറ്റിൽ എത്തുന്നത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ഹൈസ്കൂളിന്റെ 1999 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 160ഓളം പുസ്തകങ്ങൾ കൈമാറി ബുക്കത്തോണിന്റെ ഭാഗമായി. പഴയ സ്കൂൾ സ്മരണകളെ പുതുക്കിക്കൊണ്ട് അവർ പുതിയ തലമുറയ്ക്ക് അറിവിന്റെ പാത തുറന്നുകൊടുത്തു. കൂടാതെ തോളൂർ ഗ്രാമപഞ്ചായത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികളെ ആദരിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണിയും മറ്റ് ജീവനക്കാരും പുസ്തകങ്ങൾ കൈമാറി. പൊതുജനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തവും സിവിൽ സ്റ്റേഷനിലെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരിൽ നിന്നുള്ള പിന്തുണയുമായി പദ്ധതി കൂടുതൽ ദൂരങ്ങൾ താണ്ടുകയാണ്. വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള അവസരം ഓരോരുത്തർക്കും ഒരുക്കുകയാണ് വായിക്കാം പങ്കാളികളാകൂ. കുട്ടികളെയും മുതിർന്നവരെയും വായനയിലേക്ക് നയിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ സംരംഭത്തിൽ പങ്കാളിയാകാനും പദ്ധതിയിലേക്ക് പുസ്തകം നൽകാനും താൽപ്പര്യമുള്ളവർ 8304851680 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുത്തു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. 2025 ഏപ്രിൽ 18 വെള്ളിയാഴ്ച അഴീക്കുടൻ സ്മാരക മന്ദിരത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് 11 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. KV അബ്ദുൽ ഖാദർ, UP ജോസഫ്, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, PK ഡേവിസ്, PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, TK വാസു, KV നഫീസ, TV ഹരിദാസ്, M ബാലാജി എന്നിവരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലിഖ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK വിജു, MV ജയരാജൻ, CN മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM വർഗീസ്, ഡോക്ടർ R ബിന്ദു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ അവ്യക്ത മേനോനെ ആദരണീയം ആദരിച്ചു. പാച്ചവും അത്ഭുത വിളക്കും എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള 2023 സംസ്ഥാന അവാർഡ് നേടിയ അവ്യക്ത മേനോനെ ആദരണീയം സാംസ്കാരിക പൗരാവലി ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ പൊന്നാടയും ഉപഹാരവും നൽകി. മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, അഡ്വക്കേറ്റ് S സജി, A പ്രസാദ്, കോർപ്പറേഷൻ കൗൺസിലർ സുനിത വിനു, സന്തോഷ് കോലടി, ശരത്ചന്ദ്രൻ മച്ചിങ്ങൽ, K ഗോപാലകൃഷ്ണൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി, സത്യഭാമ ടീച്ചർ, അഡ്വക്കേറ്റ് ആശിഷ്, CC ദേവി, പ്രവീൺ ലാൽ, ജറാദ് കൊക്കൻ, ഷാജു നെല്ലിശ്ശേരി, രാജു കുര്യാക്കോസ്, രാമചന്ദ്രൻ പുതൂർക്കര, ദിനേശ്, ജെൻസൺ ജോസ് കാക്കശ്ശേരി എന്നിവർ പങ്കെടുത്തു. നവനീതം കൾച്ചറൽ ട്രസ്റ്റ്, കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെയും എലൈറ്റ് സൂപ്പർ മാർക്കറ്റിന്റെയും പങ്കാളിത്തത്തോടെ സീത പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. അമീഷ് ത്രിപാഠിയുടെ സീത മിഥിലയിലെ യോദ്ധാവ് എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് 70 മിനിറ്റ് ദൈർഘ്യമുള്ള ഫിസിക്കൽ നാടകം അരങ്ങിലെത്തുന്നത്. ബൽരാജ് സോണിയാണ് നാടകം സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. രാമായണത്തിലെ ഇതിഹാസ നായികയുടെ ശക്തമായ പുനരാവിഷ്കരണമാണ് സീത. ഏപ്രിൽ 21 തിങ്കളാഴ്ച കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ വൈകിട്ട് 7 മണിക്ക് സീത അരങ്ങിലെത്തും. പ്രവേശനം സൗജന്യമായിരിക്കും. വിവിധ കലാരൂപങ്ങളുടെ അസാധാരണമായ സമന്വയം സാധ്യമാക്കുന്ന വേറിട്ട ദൃശ്യ അനുഭവം കൂടിയാകും സീത എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. TR വിജയകുമാർ, ബൽരാജ് സോണി, ജോജി സ്വാമിനാഥൻ, TV ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും മണ്ണുത്തി സ്വദേശിയുമായ പണിക്കവീട്ടിൽ നൌഫിൽ എന്നയാളെ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കാപ്പ ചുമത്തി ഉത്തരവിട്ടു.
നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ നൌഫൽ ജയിലിലായിരുന്നു. പിന്നീട് വീണ്ടും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെയാണ് മണ്ണുത്തി പോലീസ് കാപ്പ ചുമത്തുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചത്. നടപടികൾ പൂർത്തിയായതിനു ശേഷം നൌഫലിനെ 6 മാസത്തേക്ക് ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, അടിപിടി ഉൾപ്പെടെ 4 കേസും ചേർപ്പ് പോലീസ് സ്റ്റേഷൻ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ, പീച്ചി പോലീസ് സ്റ്റേഷൻ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അടിപിടി, വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് നൌഫൽ. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 3 പേർ റിമാൻഡിൽ. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താലാണ് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിന് പാറമക്കാടൻ വീട്ടിൽ രമേശ്, നന്ദിപുലം സ്വദേശികളായ അഭിലാഷ്, അഖിലേഷ് എന്നിവരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് കെ, സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോഫിൻ ജോണി, സജീവ്, ഷിജു എന്നിവരും ഉണ്ടായിരുന്നു. കുന്നത്തങ്ങാടി ബാറിൽ വാൾ വീശി മാനേജരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിൽ. കണ്ണമ്പറമ്പിൽ കുട്ടൂസൻ എന്ന് വിളിക്കുന്ന നിഖിലിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ് KS ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിഖിലിനെ കോടതിയിൽ ഹാജരാക്കി. വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ റിമാൻഡ് ചെയ്തു. പരിയാരം സ്വദേശി പള്ളത്തേരി വീട്ടിൽ ബിജു ആണ് അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ വെൽസ്കെ തോമസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃപ്രയാർ സെന്ററിൽ ഇരുമ്പുവടി കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമം, പ്രതികളിൽ ഒരാൾ റിമാൻഡിൽ. തൃപ്രയാർ സെന്ററിൽ വെച്ച് നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെ മാരകായുധമായ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ചക്കമലത്ത് വീട്ടിൽ റോഷനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ CN, സദാശിവൻ PG, ASI ഭരതൻ ഉണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി, സുനീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ജംഗ്ഷൻ വികസനം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി K. രാജൻ. കോർപ്പറേഷൻ അതിനുള്ള തുക നീക്കിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 4ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു അവകാശവും ഈ സർക്കാരിനില്ലെന്നും ആഘോഷങ്ങൾ UDF ബഹിഷ്കരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.